ഒരു നോക്കുകുത്തി റീ എൻട്രി ആയിരുന്നു കേട്ടോ റസ്മിന് കിട്ടിയത്. ശ്രീധുവിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ മനസ്സിലായി, എല്ലാരെയും വിളിച്ചു കയറ്റി റസ്മിൻ വന്നേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മുതലേ റസ്മിന്റെ വരവിനായിട്ട് ശ്രീധു കാത്തിരിക്കുകയാണ്. അത് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിൻ മെയിൻ ആയിട്ടും കാണാൻ വന്ന ആളെ ആദ്യം കാണാൻ പറ്റിയില്ല. ജാസ്മിൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. റസ്മിൻ വന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ജാസ്മിൻ റൂമിൽ നിന്നും ഇറങ്ങുന്നത്. ജാസ്മിൻ ഇറങ്ങി റസ്മിനോട് ചോദിക്കുകയാണ് നീ എപ്പോ വന്നു എന്ന്. ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പുള്ളി ഓർത്തത് ജാസ്മിൻ ചെന്ന ആ ഒരു നോക്കൂത്തി കണ്ട ആളെ തിരിച്ചറിയും, അവര് തമ്മിൽ വളരെ വൈകാരികമായ ഒരു മൊമെന്റ്. പക്ഷെ അവിടെ യഥാർത്ഥത്തില് ജാസ്മിൻ ഒഴികെ ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സിനെ വെച്ചിട്ട് TRP ഉണ്ടാക്കാൻ പോയ ബിഗ് ബോസ് ആരായി? എന്തായാലും റസ്മിൻ വന്നിട്ട് ആദ്യം തന്നെ അഭിഷേകിനോടൊരു കാര്യം പറഞ്ഞു. എന്റെ പെങ്ങള് നിന്റെ വലിയ ഫാനാണ്, നിന്നെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. വേറൊരാളോടുള്ള ഒരു അസൂയ കൊണ്ട് പറഞ്ഞതേ അല്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും വിചാരിക്കരുതേ ഗൈസ്. റസ്മിൻ പ്യൂർ സോൾ ആണ്, ആരോടും ഗ്രഡ്ജില്ലാത്ത, പകവെക്കാത്ത, ഗെയിമിനെ ഗെയിമായിട്ട് മാത്രം കാണുന്ന നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അഭിഷേക് ഫാൻസ് ആണ്, റസ്മിന്റെ കുടുംബം മൊത്തം അഭിഷേക് ആരാധകരാണ്. ഓക്കെ, അത് നമുക്ക് അവര് വന്നപ്പോ നമ്മൾ കണ്ടതാണല്ലോ. ജാസ്മിനും റസ്മിനും അതിന്റെ പീപ്പിൾസ് റൂമിൽ ഇരിക്കുകയാണ്, ഓരോ നാട്ടു വർത്താന വിശേഷമൊക്കെ പറഞ്ഞ്. അപ്സരേച്ചി എങ്ങനെയാ ഔട്ടായത് എന്നൊക്കെ ജാസ്മിൻ ആശ്ചര്യത്തിൽ ചോദിക്കുന്നുണ്ട്. റസ്മിൻ ഒന്നും പറയുന്നില്ല ആ ചോദ്യത്തിന്. അപ്സര ഔട്ടായി എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. പിന്നെ ഇപ്പോ മറ്റേ സാന്ത്വന സീരിയലിൽ തന്നെ വേറൊരു പുള്ളിക്കാരി വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരി ശരിക്കുള്ള പേര് എനിക്ക് അറിയത്തില്ല, രേഷ്മ എന്നോ അങ്ങനെ എന്തോ ആണ്. ക്യാരക്ടറായിട്ടാണ് വന്നിരിക്കുന്നത്, ജാനകി എന്നൊക്കെയാണ് പറഞ്ഞത്. പുട്ടും കടലയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. പോയി കാണട്ടെ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.